ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന വി ജോയ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് മതന്യൂനപക്ഷങ്ങളിൽ ഒരു വലിയ ആശങ്ക ഉളവാക്കിയിരുന്നു. അപ്പോൾ ആ ആശങ്ക ഞങ്ങൾക്ക് എതിരായിട്ട് അവര് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പലയിടത്തും വന്നിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ തിങ്ങി പാർക്കുന്ന കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിലെ വോട്ടിന്റെ പാറ്റേൺ നോക്കുമ്പോൾ അങ്ങനെയാണത് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഒരു വിജയപ്രതീക്ഷ ഇല്ലാതാക്കിയത്. അത്തരം ചില സന്ദർഭങ്ങളാണ്. എന്നാലും നല്ലൊരു ഫൈറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളും അല്ലാതെ LDF താഴ്ന്നു പോകുമ്പോഴും നമുക്ക് ആ ഒരു നിലയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് ജനങ്ങൾ നമുക്ക് വോട്ട് നൽകി അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ബിജെപിക്ക് ഇത്ര വലിയ വോട്ട് പിടിക്കാനുള്ള സാഹചര്യം ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് 2,48,000 വന്നത്. ഇപ്പോൾ അതിലൊരു 60,000-70,000 വോട്ടിന്റെ കൂടുതലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഈ വോട്ട് പോയത്? എന്താണ് ഇതിനൊരു സാഹചര്യം? എങ്ങനെയാണ് അതിന് രാഷ്ട്രീയമായി വിലയിരുത്തുന്നത്? അല്ല, വോട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിപക്ഷം വോട്ട് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് കഴിഞ്ഞ തവണ ഒരു 3,45,000-48,000 വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതൊരു 3,25,000-ഓളമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ കുറവാണ് യഥാർത്ഥത്തിൽ ബിജെപിയുടെ പാളയത്തിലേക്ക് പോയത്. അത് ഒരു ഹിന്ദുവൽക്കരണം നാട്ടിൽ പ്രചരിപ്പിക്കുകയും അതിന് ഇവരാരും സ്ഥാനാർത്ഥികളല്ല വോട്ട് ചോദിച്ചത്, മോദിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിച്ചത്. അപ്പോ ഒരു ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ഒരു ചാഞ്ചല്യം വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് തുടർന്നുള്ള ഒരു പരിശോധന കൂടി കഴിഞ്ഞാൽ മാത്രമേ അത് എത്രത്തോളം. 685 വോട്ടിനാണ് വി ജോയിക്ക് വിജയം നഷ്ടമായത്. ആ സാഹചര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ബിജെപിയുടെ വോട്ട് കൂടിയ സാഹചര്യത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പ്രതികരിക്കുന്നു. തങ്ങളുടെയും കുറച്ച് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഫലമായിട്ടാണ് അത്തരം നീക്കങ്ങൾ, അതിന്റെ ഫലമാണ് വോട്ട് കൂടിയ സാഹചര്യം എന്നതുകൂടി വിശദീകരിക്കുകയായിരുന്നു വി ജോയി. വി ജോയിയുടെ പരാജയം വിജയത്തിന് തുല്യം തന്നെ എന്നതായിരുന്നു നേരത്തെ MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്. നമുക്ക് തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.